തന്ത്രി കൈവശം വെച്ചിരുന്ന ശബരിമലയിലെ വ്യാജി വാഹനം കോടതിയിൽ ഹാജരാക്കിയ SIT. VS അനു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനു, ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണിത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്ത്രിയുടെ പേര് കേട്ടത് ശബരിമല സ്വർണ്ണക്കൊടിമരത്തിന് മുകളിലുള്ള വാജി വാഹനം അത് തന്ത്രി കൈക്കലാക്കി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആക്ഷേപങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ അത് തന്റെ വീട്ടിൽ ഉണ്ട് എന്നും പിന്നീട് തന്റെ സുഹൃത്തായിട്ടുള്ള ആന്ധ്രയിലെ വ്യാപാരിയുടെ വീട്ടിലുണ്ടെന്നും അത് തിരികെ താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറാൻ തയ്യാറാണെന്നും തന്ത്രി അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരികെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറുകയും ചെയ്തു. ആ വാജി വാഹനം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അത് കൈപ്പറ്റുകയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കൂടുതൽ ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം വാജി വാഹനം കൂടെ ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു നടപടിയിലേക്ക് പ്രത്യേക സംഘം കടന്നിരിക്കുക. VS അനു, ഇത് ഒരു പക്ഷേ കേരളത്തിൽ എല്ലാവരും, പ്രത്യേകിച്ചും വിശ്വാസികൾ, നാളെ മകരവിളക്ക് മഹോത്സവം നടക്കാൻ പോവുകയാണ്. ഏറെ പ്രാധാന്യത്തോടെ കേൾക്കുന്നൊരു വാർത്തയാണ്. താഴ്മൺ മഠത്തിൽ കഴിഞ്ഞ ദിവസം ഒരു നീണ്ട സംസാരം SITയുടെ ഉദ്യോഗസ്ഥർ ഈ കണ്ഠരര് രാജീവരുടെ ബന്ധുക്കളുമായും നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ആചാരപ്രകാരം കുടുംബം കൈവശം വയ്ക്കാനുള്ള, കുടുംബം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ കൂടി SIT നേടിയിട്ടുണ്ടായിരിക്കും അല്ലേ? കാരണം ഈ ശബരിമല ഈ പറയുന്ന ഈ സ്വർണ്ണക്കൊടിമരത്തിലെ വാദ്യവാഹനം കൈവശം വയ്ക്കാനുള്ള യാതൊരു അധികാരവും അവകാശവും സത്യത്തിൽ ഈ പറയുന്ന തന്ത്രിക്ക് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെ ഒരു നടപടി അന്ന് തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അതിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ നേരത്തെ തന്നെ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരികെ നൽകിയ വാദ്യവാഹനമാണ് ഇപ്പോൾ അത് SIT സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അത് കൈക്കലാക്കാനുള്ള നീക്കം കൂടെ തന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളൊരു നിഗമനമായിരിക്കാം അന്വേഷണ സംഘം കോടതിയിൽ പറയാൻ വേണ്ടി പോവുക. അനു, ഇന്നിപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിലെത്തിയതും രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡി കാര്യവുമൊക്കെയായിട്ട് വാർത്തകൾ സജീവമായിരുന്നു. എപ്പോഴായിരുന്നു ഈ വാജി വാഹനം ഈ കോടതിയിൽ സമർപ്പിച്ചത്? ഇതിന്റെ വാർത്ത നമുക്ക് ലഭ്യമാകാൻ വൈകിയതാണോ? ഏത് സമയത്താണ് ഈ നടപടി ഉണ്ടായത് എന്ന് വ്യക്തമാണോ? ശരി, VS അനുവാണ് ഇപ്പോൾ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്. തന്ത്രി കൈവശം വച്ചിരുന്ന ശബരിമലയിലെ വാജി വാഹനം കോടതിയിൽ SIT ഹാജരാക്കിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് VS അനു തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.